നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധി രണ്ട് കാര്യങ്ങൾ ഉയർത്തി. ഒന്ന്, ആവുന്നത്ര ഉച്ചത്തിൽ ഒന്ന് ഉറക്കെ വിളിച്ച് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ, അശുദ്ധിയെല്ലാം ചാരമായി മാറട്ടെ. ആവുന്നത്ര ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഇന്നത്തെ ധ്യാനത്തിൽ കൂടി നമ്മൾ പരിപൂർണമായിട്ട് വിശുദ്ധി നേടിക്കൊണ്ട് നമ്മൾ പോകണം. ആരെങ്കിലും കുമ്പസാരിക്കാനുണ്ടെങ്കിൽ കുമ്പസാരിക്കുന്ന അച്ഛന്മാരിപ്പുണ്ട്, കുമ്പസാരിച്ചിട്ട് വരാം. ഹൃദയശുദ്ധി ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. ജെറമ്യയുടെ പുസ്തകം ബാക്കി നമ്മൾ വായിക്കുന്നു. ഒരു വേദന മാറും മുമ്പ് വേറൊന്ന് വന്നു കഴിഞ്ഞു എന്ന് നമ്മൾ കുരിശിന്റെ വഴിയിലേ കേട്ടിട്ടുള്ളൂ. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഒരു വേദന മാറും മുമ്പ് വേറൊന്ന് വന്നു കഴിയും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അതേ അവസ്ഥയാണെങ്കിൽ ഇതിനൊരു ശമനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സത്യത്തിന്റെ ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേ നിങ്ങൾ പോകത്തുള്ളൂ. നിങ്ങൾക്കറിയില്ല, ഞാൻ ബൈബിൾ തുറക്കാറില്ല. എന്നാൽ 5, 6, 7 ദിവസങ്ങളൊക്കെ കണ്ടിന്യൂ ഇതേ നിപ്പില് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് 6 ദിവസത്തെ ധ്യാനം. 6 ദിവസം ഉണ്ട്. എൻ്റെ കൂടെയുള്ള അച്ഛന്മാര് 3 അച്ഛന്മാര് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ വചനം ഏറ്റവും കൂടുതൽ ആ ധ്യാനത്തെ നയിക്കുന്നത് ഞാൻ തന്നെയാണ്. കോട്ടയത്ത് നടക്കുന്നത് തപസ്യാനം സെന്റ് ആൻസിലെ ചങ്ങനാശ്ശേരി അതിരൂപയുടെ കീഴിലുള്ള മരിയൻ ധ്യാന കേന്ദ്രം കൊട്ടാരക്കര മാർത്താണ്ഡം, ഇവിടെ എല്ലാം ധ്യാനങ്ങൾ നയിക്കുന്നു. ഒരു കുഞ്ഞു പോലും ഒരു പരാതിയും കൊണ്ട് എൻ്റെ വരാറില്ല. ധ്യാനം കൂടുന്നവര് ദൈവത്തിന്റെ സ്വരം കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ അനുഭവം ഉണ്ടാവും. ഈ എമ്മാവോസ് എന്ന് പറയുന്നത് വളരെ അനുഭവത്തിന്റെ. എമ്മാവോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാര് ദൈവത്തിൽ നിന്ന് അകന്ന് അവർ പോകുന്ന നിമിഷം 2 ശിഷ്യന്മാര് എങ്ങോട്ടാ പോയത്? അവര് എമ്മാവോസിലേക്ക് പോവുക. യേശു മരിച്ചടങ്ങും. എന്നാൽ പോകുന്ന വഴിക്ക് അവരെ ആരെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ തന്നെ യേശു അവരുടെ മധ്യത്തിൽ കടന്നു. 2 പേര് ഒരുമിച്ച് എന്റെ നാമം എടുത്ത് പറയുന്നിടത്തെല്ലാം ആരുണ്ടായിരിക്കും? യേശുണ്ട്. ഭാര്യയും ഭർത്താവും കടബാധ്യതയെ കുറിച്ച് പറഞ്ഞു നടക്കാതെ, മക്കളെ കുറിച്ച് എപ്പോഴും കുറ്റം പറയാതെ, നീ യേശുവിനെ കുറിച്ച് പറഞ്ഞ്, നീ നിന്റെ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അത് നിന്റെ മക്കള് കേൾക്കട്ടെ, നിന്റെ വീട്ടിലത് നിറഞ്ഞു കവിയട്ടെ. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. എപ്പോഴും കടമാണ്, എപ്പോഴും രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ വിളിച്ചപേക്ഷിക്കുന്ന രോഗത്തെയാണ്. ആ ദുഷ്ടൻ നിന്നെ വിട്ടു പോകത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം ഇതെല്ലാം ദൈവത്തിനറിയാം. നിനക്ക് രോഗമുണ്ടെന്നറിയാം, നിനക്ക് കടബാധ്യത ഉണ്ടെന്നറിയാം, നിന്റെ ഭർത്താവ് കണ്ടുപിടിയെന്നറിയാം. നമ്മുടെ ദൈവം പൊട്ടനല്ല, നമ്മുടെ ദൈവം കാണാത്ത അന്ധനല്ല. ആണോ? അല്ലെങ്കിൽ നീ എന്തിനു പരാതിപ്പെടണം? ദൈവത്തിന്റെ മുമ്പിൽ ഒരു പരാതികളും വേണ്ട. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പറയുന്നു, ദൈവത്തിന് മേടിക്കാൻ എന്ത് കാര്യം ചോദിച്ചാലും എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നീണ്ട 29 വർഷക്കാലമായി ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനത്തെ കൺവെൻഷനെയൊക്കെ നയിക്കുന്നു. പക്ഷെ എന്റെ ഒരു പ്രത്യേകത, ഒരു പബ്ലിസിറ്റി എന്റെ പേര് വരാൻ പാടില്ല. ഒരു ഫോട്ടോ എടുക്കാനോ ഒരു പേപ്പറിലോ ഒന്നും എന്റെ പേര് വരാൻ പാടില്ല. ആര് വരണം? ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം. അതാണ് നിങ്ങൾ ആരും അറിയപ്പെടാത്തത്. 16 വർഷമായിട്ട്. എന്നാൽ എന്നെ അറിയാൻ മേലാത്ത ധ്യാനഗുരുക്കന്മാരും ഇല്ല, എന്നെ അറിയാൻ മേലാത്ത ജനങ്ങളും കുറവാ. പക്ഷെ ഈ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാൻ പറഞ്ഞിട്ട് അതുപോലും ഇല്ല. ഹല്ലേലൂയ, പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം നമ്മൾ കുറയ്ക്കരുത്. ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ ഉയർത്തി തന്നെ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനാണ്, അവന്റെ സകലത്തിന്റെ ഉന്നതനാണ്. അതിനെ ഉയരത്തിലേക്ക് ഉയർന്നു. ഹല്ലേലൂയ. ഒത്തിരി പഠിപ്പിക്കാനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങളെ നല്ല ശക്തരാക്കി വിടണം. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരമ്യാ 4:14 വചനം വായിക്കുന്നു. ജെറുസലേമേ, 4:14 പറയുന്നു, ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എന്നാൽ നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടതയില്ലാത്ത ഇല്ലാത്ത ആരുണ്ടെന്ന് കൈ പൊക്കിയേ എന്നോട് പറഞ്ഞാൽ ഒന്ന് മാറിയിരുന്നാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഓർക്കായിരുന്നു, ഒരു അച്ഛൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു, ബ്രദറെ ഞാൻ എല്ലാം നല്ലതൊക്കെ ചെയ്യുന്നു, അച്ഛനെ ചിരാലും ഇങ്ങോട്ട് മാറിയിരുന്നെന്ന് പറയും. ഒരു 3-4 കാര്യം ബ്രദറെ അതൊക്കെ എനിക്കുള്ളതാണ്. അപ്പൊ ഈ ദുഷ്ടത കഴുകിക്കളയാ, എന്നാൽ നീ രക്ഷപ്പെടും. അവിടെ ദൈവത്തിന്റെ മുമ്പിൽ അച്ഛനാണെന്നോ ബിഷപ്പാണെന്നോ മാർപ്പാപ്പയാണെന്നോ വല്ല ചിന്തയുണ്ടോ? എല്ലാവരും ഒരുപോലെ. അതുകൊണ്ട് ആർക്കും ഒരു ദാക്ഷിണ്യം കിട്ടത്തില്ല. കിട്ടും പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ. ഹല്ലേലൂയ. അച്ഛൻ ഉടനെ പോയി വേറൊരു അച്ഛനോട് കുമ്പസാരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛന്റെ കാര്യം 8 ദിവസത്തിനുള്ളിൽ നടക്കുവച്ച, ഇല്ലെങ്കിൽ ഇനി ഈ വചനം ഞാൻ പ്രഘോഷിക്കത്തില്ല. ഇത് ജീവന്റെ വചനമാണ്. ജീവൻ വെളിപ്പെട്ടു. അത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട്
മാറുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ വേണ്ട എന്ന് പറഞ്ഞ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആരെന്ത് പറയണം, ഏത് വിഷയമാണ് പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ മണിക്കൂറുകൾ എപ്പം നിർത്തണമെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഒരു വലിയ കൃപ എനിക്ക് തന്നേക്കുന്നത്. ആ വചനം കേൾക്കുന്നവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുവാക്കല്ല, ഒരു വാക്കിനും പറഞ്ഞ് എന്റെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ അടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വചനത്തിന്റെ ശക്തി എന്താണെന്ന് അറിയത്തില്ല. വചനം പറയുന്നത് അതരങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നാ ബൈബിൾ പറഞ്ഞത്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? അതല്ല, തേന്മല്ലേ ദൈവത്തിന്റെ നാവ് പോലെയെന്ന്. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ നാവ് പോലെയാണെന്ന് പറഞ്ഞ് ഇത് വായിച്ചിട്ട് ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് ഈ ദുഷ്ടത നിന്റെ ഹൃദയത്തിലുണ്ട്. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, കുറ്റാരോപണം. മക്കളെ പോലും എടാ നീ അവരെ നോക്കി പാടിയാ, കണ്ടില്ല അവരെത്ര മാർക്ക് മേടിച്ച്, അവരെ കണ്ടില്ല ഇവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് പിള്ളേരിട്ട് ഉള്ളത് കൂടെ കുത്തി അവരെ ഇല്ലാതാക്കുക. നിങ്ങൾക്കറിയത്തില്ല, ഓരോ കുത്ത് കിട്ടുമ്പോഴും പിള്ളേരുടെ ഉള്ള ചൈതന്യം നഷ്ടപ്പെട്ടു പോവുക. ഭാര്യയെ ഭർത്താവ് എപ്പോഴും കുറ്റം പറയുമ്പോൾ, ഭർത്താവിനെ എപ്പോഴും കുറ്റം കഴിയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, അവരുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോവുക. നമ്മൾ ആ ചൈതന്യത്തെ ഒന്ന് വളർത്തിയെടുക്കണമെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി തെറ്റായ ചിന്തകളും തെറ്റായ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുണ്ട്. ഇന്ന് താരാട്ട് പാടിക്കൊണ്ട് നടക്കുക. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? എത്ര നാളായി നീ ഇത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്? അത് വായിച്ചു നോക്കിക്കേ. 4:14 പറയുന്നു, ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. അതിലെ പ്രിയമുള്ളവരെ, കത്തോലിക്ക തിരുസഭയിൽ കുമ്പസാരം എന്ന ഉദാശ ഹൃദയത്തെ വെടിപ്പാക്കുന്നതാ. അതരത്തെ വെടിപ്പാക്കുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെന്ന് പറയുമ്പോൾ നാവിനെ ഈ നാവ് കൊണ്ടാണ് നീ ചോദിക്കേണ്ട, കർത്താവേ എന്റെ വീട് പണിയൊന്നും നടത്തി തരണമേ എന്ന് ചോദിക്കണമെങ്കിൽ നിന്റെ നാവിന് എന്ത് ചെയ്യണം? വിശുദ്ധി വേണം. ഈ നാവിന് തെറ്റും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് തെറിയും വിളിച്ച് അവരെ വഴിയായിരിക്കും നടക്കുന്ന നിന്റെ നാവ് കൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിന്നെ നിന്ന് മുഖം അറിയാമല്ലോ. ഇതൊക്കെ അറിയാം, പക്ഷെ ദൈവത്തിന് കൊടുക്കത്തില്ല. അതാണ് പ്രശ്നം. ഇങ്ങനെ നടന്നു എത്ര നാളായി നോക്കും. എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും? കുറെ നാളായില്ലേ ഈ രോഗം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? കുറെ നാളായില്ലേ നിന്റെ കടബാധ്യത? കുറെ നാളായില്ലേ നിന്റെ കുടുംബത്തിൽ പ്രശ്നം? കുറെ നാളായില്ലേ നിന്റെ ഏത് പ്രശ്നമാണ്? ഏത് പ്രശ്നം മാറണമെങ്കിലും നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളെ. അവര് കാരണം ഇവരാണ് അവരെ പ്രശ്നം എന്ന് പറയരുത്. നീ പറയുന്നതിന് ഭർത്താവാണ് പ്രശ്നക്കാരെന്ന് ഭാര്യ പറയുന്നുണ്ടെങ്കിൽ പ്രശ്നക്കാരൻ ഭർത്താവല്ല, പിന്നെ ആരായിരിക്കും? എന്റെ അടുത്ത് വരുന്നവരുടെ ഉടനെ നീയാണ് ഈ പ്രശ്നക്കാരെന്ന് പറയും. ഞാൻ പറഞ്ഞ കാര്യം പറയും. കാര്യം കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് വലിയതാണ്. കോമൺ ആയിട്ട് പറഞ്ഞറിയും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരൊറ്റ വാക്ക് ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവത്തോട് ചോദിച്ചാൽ നിനക്ക് കിട്ടും. പിതാവിന്റെ ഇഷ്ടത്തിന് അനുസൃതമായി നീ എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് അത് ലഭിക്കും. ലഭിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? നിന്റെ ഇഷ്ടത്തിന് അനുസൃതമായി ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചോദ്യങ്ങൾ ഈ വർഷങ്ങൾ മാറ്റിയിട്ട് നിന്റെ നാവിനെ ഒന്ന് വിശദീകരിച്ച് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നാൽ നാവിൽ തീക്കനലായിരിക്കും. തീക്കനൽ യെശയ്യായുടെ നാവിൽ സ്പർശിച്ചപ്പോൾ അവന്റെ നാവിന്റെ മാലിന്യമെല്ലാം വിട്ടുപോയല്ലോ പോയി. അതിനാൽ ഈ അച്ഛനെ ഇവിടെ കിടന്ന് ഞാൻ ഓർമ്മ, പാവ അച്ഛന് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. ഏത് അച്ഛനും ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിക്കും. ആത്മാവിൽ നിറഞ്ഞ സന്തോഷം കൊണ്ടാ അച്ഛന്റെ കഠിന അധ്വാനങ്ങള്. ഞാൻ അച്ഛനെ ആദ്യമായിട്ടാണ്, നിങ്ങൾക്കറിയത്തില്ല. എന്നെ കേട്ട് വിളിച്ചു വന്നതാ, ഞാൻ പുകഴ്ത്തു വന്നതല്ല. അച്ഛന് വലിയൊരു ആഗ്രഹമുണ്ട്. അച്ഛൻ ഈ കൂടാരം കെട്ടിട്ട് അച്ഛന്റെ കുടുംബത്തെ പോറ്റാനല്ല. ആണോ പറ? അല്ല. ഈ ദേശത്ത് വേണം. നിങ്ങൾക്കറിയാമോ, ഈ ദേശത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് ജനങ്ങൾ മുഴുവനും വിട്ടുപോകുക അറിവില്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നു. ഈ അടുത്തിടെ തന്നെ 5 പാസ്റ്റർമാരെ തിരിച്ചു കൊണ്ടുവന്നു കത്തോലിക്ക സഭയില്. അവരുടെ ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുത്തു. ബൈബിൾ തുറക്കാതെ ഞാൻ ഉത്തരം തരാം, ബൈബിളിൽ കൂടെ തരാം. നിങ്ങളുടെ ബൈബിൾ തന്നെ എടുക്ക്. അവൻ കത്തോലിക്കനായിരുന്നു, ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. നീ പോയത് തന്നെ പോടാ തിരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ ക്രിസ്തുവിന്റെ ശത്രുവാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഹെബ്രായർ 3:12 മുതൽ വായിക്കുമ്പോൾ ആദ്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചെങ്കിൽ നീ യേശു ക്രിസ്തുവിന് ഐക്യപ്പെട്ടല്ല ജീവിതം, അവന്റെ ശത്രുവായിട്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വികാരം കത്തോലിക്ക സഭയിൽ ഒരുപാട് ബിംബങ്ങളുണ്ട്. ഇതൊന്നും ബിംബങ്ങളല്ല. സ്റ്റാച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറയുന്നത് ഈ കാണുന്നതിനൊന്നും അല്ല പ്രിയമുള്ളവരെ. ഇത് പ്രതീകങ്ങളാണ്. ഇതെന്താണ്? പ്രതീകങ്ങളാണ്, പ്രതിച്ഛായയാണ്. വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ നീ കൊത്തിയുണ്ടാക്കുന്നതാണ്.
നിന്റെ ചുണ്ടുകൊണ്ട് നീ കൊത്തിയുണ്ടാക്കുന്നു. ദൈവത്തിന്റെ ആലയം നീയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നീ ചുണ്ടുകൊണ്ട് കൊത്തുണ്ടാക്കുന്ന ചുണ്ടുകൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹം എന്താണ്? കടബാധ്യത എന്ന് നീ എത്ര പ്രാവശ്യം പറയുന്നു, അത്രയും വലിയ ബിംബമാണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഇതെടുത്ത് കളയാത്തിടത്തോളം കാലം നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ രോഗിയാന്ന് നീ ഒരു ദിവസം 10 പ്രാവശ്യം പറഞ്ഞെങ്കിൽ അത്രയും നീളത്തില് ഒരു വലിയ ബിംബം നിന്റെ ഹൃദയത്തെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഞാൻ രോഗിയാണ്. നീ രോഗിയാണെങ്കിൽ കർത്താവ് പറയും അവിടെ ഇരുന്നോട്ടെ. ആ ബിംബമായി നീ രോഗിയായിരുന്നാലും നീ ഭാവിയായിരുന്നാലും നിന്നെ എനിക്ക് വേണം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം സ്വീകരിക്കാൻ 2 കരങ്ങൾ നീട്ടി നിൽക്കുക. മക്കളെ, ഞാൻ നിന്നെ സ്വീകരിക്കാം. നീ ഒന്ന് വന്നാ മതി. കടന്നു വാ. നീ എന്റേതാണ്, എനിക്ക് വേണം നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും മാറോട് ചേർത്ത് അണയ്ക്കാൻ വേണ്ടി 2 കരങ്ങളും വിടർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു തമ്പുരാനെ നിന്റെ ഹൃദയത്തിൽ ഒന്ന് കണ്ട്, നിന്റെ രോഗമായിരുന്നോട്ടെ, തകർച്ചകളായിരുന്നോട്ടെ, വേദനകളും തകർച്ചകളും രോഗങ്ങളും വരുമ്പോൾ കർത്താവ് നിന്നിൽ നിന്ന് അകലെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, ഈ പ്രശ്നം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഈ അടുത്തിടയില് ചങ്ങനാശ്ശേരി ജോലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെ ആൾക്കാരുടെ ഇന്റർവ്യൂ വന്ന് പറഞ്ഞു, ബ്രദറെ ഒത്തിരി പ്രശ്നങ്ങളാ. ഞാനിപ്പോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതോ പ്രശ്നക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ, പ്രശ്നം വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ? ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ പേരെന്താ? പ്രശ്നക്കാരൻ. അവന്റെ പേരെന്താ? പറ. പ്രശ്നക്കാരൻ. നിന്റെ പ്രശ്നം കൊണ്ട് ചെല്ലുമ്പോൾ അവന്റെ പേരെന്താണ്? അവൻ എന്തുണ്ടാക്കി വിടും? പ്രശ്നം ഉണ്ടാക്കി തന്നെ വിടത്തുള്ളൂ. പ്രശ്നം ഉണ്ടാക്കി എന്താണെന്നറിയോ? അവന്റെ വീടിന്റെ പുറകിൽ ഏതോ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് എടുക്കണം, 65,000 രൂപ തരണം. കടവതി മുങ്ങിക്കിടക്കുന്നവൻ 4 കെട്ടിവാലും അതും ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രശ്നം കൂടിയോ കുറഞ്ഞോ? ഇതാ പ്രശ്നക്കാരൻ. പ്രശ്നം വരുമ്പോൾ പ്രശ്നക്കാരൻ്റെ അടുത്ത് പോരെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളവന്റെ അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വചനം പറയുന്നു. എന്താ പറഞ്ഞത്? ദൈവത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ഉചിതം ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് നമുക്കറിയാം, മക്കൾ പോലും വഴിതെറ്റി പോകുന്നത്. ഇന്ന് ജോലി ചെയ്യുന്ന മക്കളാണ് കുടുംബം ഭരിക്കുന്നത്. മാതാപിതാക്കൾ ഉള്ളിടത്ത് ഒരു കാലം ജോലി ചെയ്യുന്ന മക്കൾ ഭരണം ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. അവിടെ ഒരുപാട് ഇടയന്മാരാകരുത്. ജെറമ്യ 12:10 പറയുന്നുണ്ട്, അനേക ഇടയന്മാർ കൂടി എന്റെ മുന്തിരിത്തോട്ടം ചവിട്ടി മെതിച്ചു. അമ്മ ഒരു സൈഡില്, അമ്മയും മക്കളും 2 മക്കളും ചേർന്ന് ഒരു സൈഡ്, അപ്പനും ഒരു മകനും ചേർന്ന് ഒരു സൈഡ്, ഒരു മകൻ വേറെയും. ഒരു കുടുംബത്തിന് നല്ല ചേർച്ചയല്ല ചോർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്ര നാളായി നിങ്ങൾ ഇതും കൊണ്ട് കഴിയുന്നു? ഇനിയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴിക്കളെ. ഒരു നല്ലൊരു കുമ്പസാരം, തുറന്ന കുമ്പസാരം, എപ്പോഴും പറയുന്ന പോലല്ല, കുറ്റം പറച്ചിലിന്റെ അല്ല കുമ്പസാരം. കൂടെ നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന സ്ഥലമാണ്. നിന്റെ പഴയ മനുഷ്യന് അതിന്റെ ചെയ്തികളോട് കൂടി ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരം കൂടെ. കുമ്പസാരം കൂടെ ഒരു സിമിത്തേരിയാണ്. പാപത്തിന്റെ ശമ്പളം മരണം, മരിച്ചിരിക്കുക. അവരെ കൊണ്ട് അടക്കം ചെയ്യുന്നതാണ് ഈ കുമ്പസാരം. എന്നെ അടക്കം ചെയ്യുക ആണോ അല്ലയോ? അപ്പൊ പാപത്തിൽ മരിച്ചിരിക്കുന്ന എന്നെ എന്ത് ചെയ്യണം? അടക്കം ചെയ്യണം. അതുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് കുമ്പസാരിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഉയർപ്പിന്റെ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊക്കെ എത്ര വചനം കേട്ടിട്ട് നമുക്കൊരു മാറ്റമില്ല. കാര്യം ദൈവത്തോട് കൂടെ ഇരുന്നവർക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇല്ലാത്തവന് നാറ്റം പിടിക്കും. മാറ്റമില്ലാത്തവന് മാറ്റമില്ലെങ്കിൽ നാറ്റം. നിങ്ങൾ ഈ ഡ്രസ്സ് ഒരാഴ്ച കാലം ഇട്ടുകൊണ്ട് നടന്നാൽ എന്ത് പറ്റും? നാറ്റം പിടിക്കും. ഏത് സാധനത്തിനും മാറ്റമില്ലെങ്കിൽ എന്ത് പറ്റും? അപ്പൊ ഒരു ചേട്ടൻ എഴുന്നേറ്റ്, ബ്രദറെ എന്നാ പിന്നെ എന്റെ ഭാര്യയെ മാറ്റിയെടുക്കട്ടെ. അത് മാത്രമുള്ള മാറ്റമില്ലാത്തത്. ഭാര്യ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല, ഭാര്യ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് മരണം വരെ എന്നാ പറഞ്ഞേക്കുന്നത്. എവിടെ വരെയാ? ഇപ്പൊ നിങ്ങൾ പറയും മരണം വരെ ഇപ്പൊ നടക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കളാ, ഞാൻ ഒരു കാര്യം നിങ്ങളോട്, മനുഷ്യന് ഏകനായിരിക്കുന്ന ഒന്നല്ല, അവന് പറ്റിയ തുണ വേണോ, ഇണ വേണോ, ഇണയും തുണയും വേണോ? പറ.
ഇണയും തുണയും വേണ്ടി വരുന്ന കാര്യങ്ങൾ എഴുതി പെട്ടെന്ന് സമയം പോവുക. ഇണയും തുണയും ഉണ്ടോ ഭൂരിപക്ഷ ആളുകൾക്ക്. ഇനി തുണ വേണ്ടി വരുന്ന കൈ കിട്ടി. തുണ ആർക്കും വേണ്ട. ചേട്ടൻ വേണോ? വേണ്ട. ഇണ വേണ്ടി വരണം. ഒരാളെ ഉള്ളൂ, 1, 2, 3 പേരേ ഉള്ളൂ. ഇതാ പ്രശ്നം. ഇതാ നിങ്ങളുടെ പ്രശ്നം. ഇണയും തുണയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ വേണം, പിന്നെ ഒരു സ്റ്റെപ്പിനിയുടെ വേണമെന്ന്. ബൈബിളിൽ പറയുന്നു മനുഷ്യന് ഏകനായിരിക്കും നന്നല്ല, അവന് പറ്റിയ ഇണയെ ഞാൻ ഉൽപ്പത്തി 2:18 എന്ന് വായിച്ച സമയം. ഉൽപ്പത്തി 2:18. അതാ നിങ്ങളുടെ പ്രശ്നം. ഇവിടെ ഒറ്റ ഒന്നത്തിന് ഇണ വേണ്ട, 3 പേരെയുള്ള ഇണ മതി എന്ന് പറഞ്ഞാൽ ഇണ ഒരിക്കലും പിരിയത്തില്ല, ഇണ പിണങ്ങത്തില്ല, ഇണ എപ്പോഴും ചേർന്നിരിക്കും. പക്ഷെ ഇത് ഇണയും വേണം തുണയും വേണം എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് വരാതെ വരുമ്പോൾ ഭർത്താവിന് വേറെ ഒരു സ്റ്റെപ്പിനിയുടെ വേണം. ഈ കാറിന്റെ സ്റ്റെപ്പിന് ടയർ വെക്കുന്ന പോലെ. ഇതാണ് ഇന്നത്തെ ഇത് വെച്ചുമാറില്ല. അതായത് കുടുംബ പ്രശ്നങ്ങളുടെ കാര്യം. രഹസ്യത്തിലെങ്കിലും ഒരു സ്റ്റാച്ചു ആരെങ്കിലും മനസ്സിൽ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വിഗ്രഹാരാധന. അപ്പൊ നിങ്ങളെ വിളിക്കുന്നതാണ് എന്താണ്? വിഗ്രഹാരാധകർ. നമ്മൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം അറിയാവുന്ന ദൈവമാണെന്ന്, സത്യം അറിയാവുന്ന ദൈവമാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിൽ സത്യമേ പറയൂ. സത്യം ആർക്കറിയാം? നീ രഹസ്യത്തിൽ ചെയ്തതും പരസ്യമായിട്ട് ചെയ്തതും. ഇനി ഇവിടെ ഇരിക്കുന്നവർ ആരുണ്ട് രാത്രി ചെയ്ത പാവം കുമ്പസാരിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനോട് താമസമുള്ള ധ്യാനം തുടങ്ങുമ്പോൾ ഞാനും വരുന്നുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ വരുന്നു, നിങ്ങളുടെ കുമ്പസാരം വാക്കാലും പ്രവർത്തിയാലും ചിന്തയാ ചെയ്യുന്ന പാവം രാത്രി കിടന്ന് ചിന്തിക്കാത്തത് ആരുണ്ടെന്ന് അറിയാവില്ല. ഒറ്റ ഒന്നുമില്ല. ഈ ചിന്തയാ ചെയ്യുന്ന പാവം നിങ്ങൾ പറയുമോ? പറയുന്നുണ്ടോ? ഇല്ല. രാത്രി കിടന്ന് ഒരുപാട് പാവം ചെയ്യുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ രാത്രി ഉറങ്ങി കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് ഉറങ്ങാത്തവരിരുന്നാൽ മതി. ശരിക്കും ഭാര്യ ഭർത്താവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പം ഭർത്താവ് ഒന്ന് പേടിച്ചിരുന്നുള്ളൂ. ഭാര്യ ഉറക്കളിച്ചിരിക്കണം. ഭർത്താവ് പാല് ചെയ്ത് മുഴുവൻ രാത്രി വിളിച്ചു പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ചെയ്തെല്ലാം ഭർത്താവ് ഉണർന്നിരുന്നാൽ മതി. ഭാര്യ രാത്രി കിടന്ന് പറയും. ഒരു സമയമുണ്ട്, ആ സമയം ഞാൻ വെളിപ്പെടുത്തത്തില്ല. അതിവിടെ ധ്യാനം തുടങ്ങുമ്പോൾ വെളിപ്പെടുത്തും. ആ സമയത്ത് ഏത് ജീവജാലങ്ങളും ഇതാ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങിയിട്ട് ആത്മാവിൽ ഉണരും. ശരീരം ദുർബലമെങ്കിലും ആത്മാവ് ഉണർന്നിരിക്കും. ആ സമയത്ത് ആത്മാവിനോട് ചോദിച്ചാൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രഹസ്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ രഹസ്യമെല്ലാം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ എമ്മാമോസ് ധ്യാനകേന്ദ്രം വലിയൊരു ജീവന്റെ വെളിച്ചമായിട്ട് മാറാനായിട്ട് ഞാനും അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്നെ കഴിവുള്ളപ്പോൾ ഞാൻ ഓടി വരാം. പല ധ്യാനകേന്ദ്രങ്ങളും ഉയർത്താനായിട്ട് കർത്താവ് എൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അച്ഛനും കൂടെ ഉണ്ടാച്ചാലും പറഞ്ഞ് ഓടി വന്നതാ. ഒന്ന് കാണാൻ വന്ന അച്ഛനെ വിളിച്ചാൽ കിട്ടത്തില്ല. എന്നാ പിന്നെ അച്ഛനെ വന്ന് പിടിക്കാവുന്നുണ്ട്. അങ്ങനെ വന്ന് ഒരു ദിവസം പിടിച്ചതാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവര് ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എന്ത് വേണമെന്നാ പറഞ്ഞത്? അങ്ങനെയാണ് അവയെ ഉണ്ടാക്കി കൊടുത്തത്. ചേർന്ന ഇണ. നിങ്ങൾക്കറിയാം ചേർന്ന ഇണ. ഇത് പലപ്പോഴും നമ്മൾ ഓർക്കും. ഇവിടെ വിളക്കുകളെല്ലാം വെച്ചിട്ടുണ്ട്, ചേർന്നതാ ആണല്ലോ. വേറൊരു വിളക്ക് കൊണ്ടുവച്ചാൽ അതിന് ചേരുവോ? ഇല്ല. വേറൊരു രൂപത്തിൽ കൊണ്ടുവച്ചാൽ ചേരുവോ? ഇല്ല. എനിക്ക് ചേർന്നതാണ് എന്റെ ഭർത്താവെങ്കിൽ, അവന്റെ കുടി ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം മാറ്റി തരും. നീ ചേർന്നിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. നിന്റെ രോഗം അറിയാവുന്ന ദൈവത്തിനോട് നീ ചേർന്നിരുന്നാൽ മതി. രോഗസൗഖ്യം. ഞാനെങ്ങനെ ഈ രോഗങ്ങൾ സൗഖ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നത് അറിയാം. കർത്താവേ, ഈ ശരീരം അങ്ങയുടേതാണ്, അങ്ങയുടെ ആലയമാണ്. ഈ ശരീരം ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തെ നശിപ്പിക്കുന്നതിന് ഞാനും നശിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ? പിന്നെ ഈ ആലയത്തെ നശിപ്പിക്കുന്ന ഈ രോഗം, ക്യാൻസർ രോഗമല്ലേ, അങ്ങനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥനയും കുരിശ് വരെയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രോഗസൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക രോഗങ്ങൾ ഭ്രാന്തന്മാരെ കൊണ്ടൊരു ധ്യാനത്തിന് കൈയും കാലും കെട്ടിയിട്ടുണ്ട് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം 5 പേര് വന്നു. 5 പേര് വന്നു. അതിൽ 5 പേരും സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ഒരു മരുന്നുമില്ല. മരുന്നോ ലേവനോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. എന്റെ വചനമാണ് സുഖപ്പെടുന്നത്. വചനം പറഞ്ഞു നോക്ക്. അവിടെ തമ്പുരാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വചനം? വചനത്തിന്റെ ശക്തി എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എഴുന്നേറ്റ് ഇനി ഒന്ന് കാല് പിടിച്ച് എല്ലാവരും ഒരുപോലെ കാല് പിടിക്കാൻ. നിങ്ങൾ എല്ലാവരും കാല് പിടിക്കുന്നു. കാലിലോട്ട് ഒന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഈ ശരീരത്തെ പാപം ചെയ്യാനായിട്ട് കൊണ്ട് ഒന്ന് നടുവേനൊക്കെ മാറട്ടെ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വിടർത്തി, കരങ്ങൾ താഴ്ത്തി ഒന്ന് ചാടിക്കുക.
ചാടല് പറയുന്ന പോലെ ചെറിയ സൗഖ്യം കേട്ടിട്ട്. ഇനി വീണ്ടും കുഞ്ഞ്, ചാടിച്ചാടി കുഞ്ഞ്. വീണ്ടും കരങ്ങൾ ഉയർത്തി. പെട്ടെന്ന് ഒരുപോലെ വേണം, ഒരുമയോടെ വലി. വീണ്ടും കരങ്ങൾ ഉയർത്തി, കരങ്ങൾ താഴ്ത്തി, ചാടിച്ചാടി. വീണ്ടും കരങ്ങൾ താഴ്ത്തി, കരം പിടിച്ച് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വിടർത്തി, കരങ്ങൾ താഴ്ത്തി, ചാടിച്ചാടി. ആ ഇനി കൈയൊന്ന് കുടഞ്ഞ് ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആ പറ. ഇങ്ങനെ കൈ രണ്ടും വെച്ചിട്ട് ഒന്നുമില്ല. ഒന്ന് പറ. ഇനി കരങ്ങൾ വിടർത്തി ഒന്ന് പറന്ന് 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 നമ്മൾ നിത്യജീവിലേക്ക് പോകേണ്ടി വരാം. ഒന്ന് ചാടിച്ചാടി പറന്ന് ഒന്ന് പറന്ന് എല്ലാ വേദനയും പോട്ടേ. ഇന്ന് സൗഖ്യം ഒത്തിരി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ വെച്ച് എക്സസൈസ് ഒന്നും അല്ല, ഇത് ബൈബിളിൽ എഴുതിയേക്കുന്നതെല്ലാം കാണിച്ചു തരാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാ. ഇനി നടുവിനെ പിടിച്ച് പുറകോട്ടൊന്ന് വലുത്. ഇനി ഇടയ്ക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വെച്ച് നടു വെട്ടാതിരിക്കാൻ ഇടയ്ക്ക് പിടിക്കാൻ പറഞ്ഞു. ശരിക്ക് അങ്ങോട്ട് അങ്ങോട്ട്. ഇനി നമ്മള് ആട്ടുകല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഴയത് ഉണ്ടോ? അന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് ആടിക്ക്. എന്നാട്ടെ കാലില് മുട്ട നടുവേദന പെട്ടെന്നാട്ടെ ആടിക്ക്. ഇനി വലത്തോട്ടെ, വലത്തോട്ടാട്ടെ. ആ തലയല്ല, ഈ ഇട മാത്രം മതി. 74 വയസ്സുള്ള ഒരു സിസ്റ്ററ്, കനോഷ്യ സിസ്റ്ററാ. സിസ്റ്ററിന്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. വർഷം 17 മാറാത്ത. ഈ ഭൂമി ഇളകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി. ഇളകിയപ്പോ എല്ലാ വേദനയും പോയി. ഹല്ലേലൂയ. കരളം അടിച്ച് ഇനി കൈയൊന്ന് തിരുമിക്ക. വേണ്ടോട്ടെ, വേണ്ടോട്ടെ. എല്ലാ സുസുടേം ചെയ്യട്ടെ. എല്ലായിടും കണ്ണുകൊണ്ട് കണ്ടത് പാപം അഗ്നി ഇറക്കട്ടെ. അവിടെ ശരി. കണ്ണട മാറ്റിയിട്ട് കണ്ണിലേട്ടൊന്ന് പിടിച്ച് ഈ കൈ ചൂടാക്കിയിട്ട് കണ്ണിലൊരു സാധനം വന്നാൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയത്തില്ലെങ്കിൽ? ഔഷധം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് എല്ലാത്തിൻ്റെയും. തുപ്പല് പുരട്ടിയാൽ എന്ത് പറ്റും? കൺകുരും പോവും, മോക്കുരും പോവും. ശരിക്ക് കൈ തിരുമ്മിയിട്ട് ആ ചൂട് കൺകുരുവിന്റെ അവിടോട്ട് വെച്ചാൽ കണ്ണിന് ആ കുരു പൊങ്ങി ചൊക്കിപ്പോവും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഔഷധവും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഇതിനെ പറ്റി അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നോക്കി പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ. പുറമോട്ട് തിരിഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാരും പാപം ചെയ്തു. എങ്ങനെയാണെന്നറിയോ? പുറമോട്ട് തിരിയാൻ പറഞ്ഞ ഇങ്ങനെ തിരിഞ്ഞ ഹല്ലേലൂയ, പുറമോട്ട് തിരിയാൻ പറഞ്ഞപ്പോ ഹല്ലേലൂയ. ഇത് തിരിഞ്ഞോ? ഇല്ല. അപ്പൊ പാപം ചെയ്ത് നിങ്ങൾ ഉപസരത്തിൽ പറയുമോ? ഇല്ല. പുറമോട്ട് തിരിയാൻ പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ തിരിയാണ്. പുറമോട്ട് തിരിയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അല്ലയോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞാൽ എന്ത് ചെയ്തു? പാപം ചെയ്തു. ഇതാ പ്രവൃത്തി വഴി ചെയ്യുന്ന പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്താൻ പറഞ്ഞ ഉയർത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? പാപം ചെയ്തു. ഇത് നിങ്ങൾ പറയുമോ? അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത് എല്ലാവരും ഇരിക്കുക. ഞാനവിടെ മുഴുവൻ സമയം എഴുന്നേറ്റിരിക്കുക. ഞാൻ നോക്കുമ്പോ കണ്ണിങ്ങനെ നോക്കുമ്പോ മുഴുവൻ ഇരിക്കുക. അപ്പൊ എത്ര പേര് പാപം ചെയ്തു? വന്നവരെല്ലാം പാപം ചെയ്തു. പിന്നെ എങ്ങനെ രക്ഷപ്പെടുന്നത്? സ്വർഗരാജ്യത്തിൽ ഇരുന്നുകൊണ്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ പറയാം, നിങ്ങൾക്ക് പറയുന്നത് നിൽക്കാൻ വല്ല പറഞ്ഞാൽ ഒത്തിരി നിൽക്കും. നടുവിനുവേല ഉണ്ടെന്ന് ആർക്കറിയാം? നിൽക്കാൻ വല്ലെന്ന് ആർക്കറിയാം? നീ പരിശ്രമിക്കുമ്പോൾ ഞാൻ എന്റെ ശക്തി നിന്റെ മേലേക്ക് അയക്കും. നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. എന്നാൽ നീ വയ്യാതെ അത് പ്രവർത്തിക്കാൻ നീ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. പറ്റില്ല എന്ന് പറയുന്നിടത്ത് ദൈവം വരുത്തില്ല. എന്നാൽ ഞാൻ ചെയ്യാൻ തുനിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഈ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആരോട് ചേർന്നിരിക്കണം? ദൈവത്തോട് ചേർന്നിരുന്ന് നോക്ക്. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വചനം പറയുന്നു. 7 വരെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വചനം പറയുന്നു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തിന്റെ ശത്രുവാണെന്ന്. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വരരുത്. ഈ ലോകത്തിലെ മോഹങ്ങളെ നിങ്ങൾ വിട്ടുകളാം. ലോകത്തിലെ കാര്യങ്ങൾ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ആർക്കറിയാം? ദൈവത്തിന് അറിയാം. മത്തായി 6:8 പറയുന്നു, ഇതാ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സർവ്വസ്വനായ പിതാവ് അറിയുന്നുണ്ട്. പിന്നെ എന്തിനാ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും. എന്താ ചോദിക്കേണ്ടത്? ലൂക്ക 10 നമുക്കറിയാം 11:13 പറയുന്നു, മക്കൾക്ക് ദൈവദാന നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാവുന്ന
നമ്മുടെ പേരെന്താ? ദുഷ്ടന്മാരെന്ന്. എനിക്കത് ആ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളെ നോക്കി എന്താ പറയാ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാവുന്ന ദുഷ്ടന്മാരാണ് നിങ്ങൾ. അപ്പൊ നല്ലവരെന്ന് പോലും യേശു അഭിസംബോധന ദുഷ്ടന്മാരാണ്. കാരണം നമുക്ക് ഈ ദുഷ്ടന്റെ കാര്യങ്ങൾ മാത്രം മതി. ഈ ലോകത്തിൽ വെള്ളം വേണമെന്നും വസ്ത്രം വേണമെന്നും എന്ത് ഭക്ഷിക്കുമെന്നോ എവിടെ എന്ത് പാനം ചെയ്യുമെന്നോ എവിടെ കിടക്കുമെന്നോ എന്ത് ധരിക്കുമെന്നോ നിങ്ങൾ ആകുലരാണ്. പക്ഷെ ഇതെല്ലാത്തിനും നമ്മുടെ ഏറ്റവും കൂടുതൽ ആകുലത. ഈ ആകുലത ഒന്ന് അകറ്റിക്ക്, നീ രക്ഷപ്പെടും. ഈ ഉത്കണ്ഠ ഒന്ന് മാറ്റിക്ക്, നീ രക്ഷപ്പെടും. ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്നതാണ് ആകുലതകളും ഉത്കണ്ഠകളും. ചിന്തകൾ, ആലോചന, ഇതെല്ലാം നമ്മുടെ ഉറക്കം നശിപ്പിക്കും. നാളെയെ കുറിച്ചുള്ള ചിന്ത രാത്രി നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തും. ഉറക്കം നഷ്ടപ്പെട്ടു പോയ സമയത്തിന് ഉറക്കമില്ലാതെ വന്നാൽ ശരീരത്തിന്റെ പല അവയവങ്ങളും കേടായി പോകും. കാരണം ഞാൻ ഡോക്ടർമാരെ ക്ലാസ് എടുക്കുമ്പോൾ ബോംബെയില് 6800 നഴ്സുമാരും ഡോക്ടർമാരും എല്ലാം വന്നുകൊണ്ടിരുന്ന സമയമുണ്ട്. ഞാൻ കരിസ്മാറ്റിക്കിന്റെ ചെയർമാനായിട്ടിരുന്ന സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ ഓരോ അവയവങ്ങൾ പറയും, MBBS ഒക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കീറിക്കളയുന്ന നല്ലത്, ഇത്രമാത്രം ക്ലിയർ ആയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ തുറക്കാനോ ബൈബിൾ വായിക്കാനോ സമയമില്ല. ബൈബിൾ വായിച്ചു നോക്ക്, നിന്റെ വേദന മാറും. നീ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ നിനക്ക് ആശ്വാസ വാക്കുകൾ തന്നെ കിട്ടത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് തുറന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ, സൗഖ്യത്തിന്റെ വചനങ്ങൾ. കാര്യം വചനം ആരാണ്? ദൈവമാണ്. ആ തമ്പുരാനെ മറന്ന് ജീവിക്കരുത്. ഹല്ലേലൂയ. ആ തമ്പുരാനോട് ചേർന്ന് ജീവിക്കുന്നത്, വചനം കേൾക്കുന്നത്. വചനം കേൾക്കുന്നവര് നമുക്കറിയാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് അച്ഛനും ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മ ആരോടും കൂടെ ആയിരിക്കും? പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു. അപ്പൊ നിങ്ങളും തമ്മിൽ ഒരു വചനം പറയാൻ വരുന്നവരും അല്ലെങ്കിൽ ദിവ്യബലി അർപ്പിക്കുന്ന പ്രധാന പുരോഹിതനാണ്. നമ്മള് പുരോഹിത ഗണമാണ്. ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. പുരോഹിതനോട് ചേർന്ന് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ അവിടെ ആരുടെ സാന്നിധ്യം ഉണ്ടാവും? ദൈവത്തിന്റെ. അല്ല, ഇതൊന്നും നമ്മളില്ല. ആ സമയത്ത് രണ്ടുപേരും ഇരിക്കുന്നു, രണ്ടുപേര് കണ്ണടച്ചിരിക്കുന്നു, അവിടെ ഒരുമയില്ല. അപ്പൊ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അങ്ങനെയല്ല. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ. എന്താ പറഞ്ഞത്? അവൻ എന്നോട് സ്നേഹത്തിൽ. എവിടാ പറഞ്ഞിരിക്കുന്നത്? 91-ാം സങ്കീർത്തനം 14-ാമത്തെ വചനം. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. നീ വെറുപ്പും വിദ്വേഷവും അതുപോലെ നിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നീ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ നിനക്ക് പറ്റത്തില്ല. നിന്റെയും ദൈവത്തിന്റെ ഇടയിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. അതെല്ലാം പിന്നിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് ദൈവത്തിനോട് എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. നിന്നെ ദൈവത്തെ തമ്മിൽ അകറ്റുന്ന നിന്റെ പാപങ്ങളാണെന്ന് യെശയ്യാ 59-ാം അധ്യായം 2 മുതൽ 4 വരെ പറയുന്നുണ്ട്. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയാൻ കാര്യം അത് നിന്റെ പാപമാണ്.